പുസ്തകം 23 അധ്യായം അതിന്റെ 19 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് ഹല്ലേലൂയ കർത്താവ് ദൈവം പറഞ്ഞതായ ഒരു ഭാഗമുണ്ട്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. എന്നിട്ട് പറയാണ് അനുദപിക്കുവാൻ അവന് മനുഷ്യ പുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതെ ഇരിക്കുമോ? ഒരു ചോദ്യചിഹ്നമാണ്. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? അവർ അരുളി ചെയ്തത് നിവർത്തിക്കാതെ ഇരിക്കുമോ? എത്ര പേര് ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നു അവൻ കൽപ്പിച്ചത് അവൻ ചെയ്യാതിരിക്കുമോ? ഹല്ലേലൂയ. ശത്രു പലപ്പോഴും നമ്മുടെ ചെവിയിൽ കടന്നു വന്ന് പറയും, ഒത്തിരി നാളിന് മുമ്പാണത് കേട്ടത്, എന്നാൽ ഹല്ലേലൂയ നടക്കാൻ സാധ്യതയില്ല എന്ന് ചിലപ്പോൾ ശത്രു നിന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ ഇന്ന് പോൽക്കാലം നിനക്ക് കർത്താവിൻ്റെ അധികാരത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒന്ന് ശത്രുവിനോടൊന്ന് തിരിച്ച് സംസാരിക്കുവാൻ സാധിക്കുമോ? താൻ കൽപ്പിച്ചത്, എൻ്റെ ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? ഹല്ലേലൂയ. അത് മാത്രമല്ല പറയുന്നു, അവർ അരുളി ചെയ്തത് നിവർത്തിക്കാതെ ഇരിക്കുമോ? നമ്മുടെ കർത്താവ് എന്തെങ്കിലും അരുളി ചെയ്താൽ, നമ്മുടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിവർത്തിക്കുവാനുള്ളതായ കപ്പാസിറ്റി നമ്മുടെ കർത്താവിനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഞാൻ ഒരാളോട് പറയുക, ഹല്ലേലൂയ, ഒരാൾ എന്നോട് പറയുക, പാസ്റ്റർ ജോയ് പുനൂസ് ഹല്ലേലൂയ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിച്ചു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിനോട് പറയാം, പാസ്റ്റർ ജോയ് മൈ സിറ്റുവേഷൻ റിയലി ചേഞ്ച്, എൻ്റെ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായി, ഞാനത് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിലും ഹല്ലേലൂയ ഒരു മാറ്റമുണ്ട്, എനിക്കത് ചെയ്യാനായിട്ട് ഒക്കത്തില്ല എന്ന് പറയാം. എത്രയോ പ്രാവശ്യം നമ്മൾ അങ്ങനെ കേട്ടിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ വാഗ്ദത്തം ഒരിക്കലും പിൻവലിക്കത്തില്ല. കർത്താവിൻ്റെ വാഗ്ദത്തം താൻ പിൻവലിക്കത്തില്ല. മനുഷ്യന്റെ വാഗ്ദത്തങ്ങളെല്ലാം പിൻവലിക്കും. ഹല്ലേലൂയ. സാഹചര്യം അനുസരിച്ച് അവർ ഒഴുക്കിനനുസരിച്ച് അവരൊഴുകും, സംസാരിക്കും, പറയും. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ ഒരിക്കലും പിൻവലിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പിൻവലിക്കാത്തതായ വാഗ്ദത്തങ്ങൾക്കായി നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഈ മലേഷ്യയിൽ വളരെ പ്രാവശ്യം ഞാൻ ആദ്യകാലങ്ങളിൽ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ചില സമയങ്ങളിൽ ഒരു 5-6 വർഷം അടുപ്പിച്ച് മലേഷ്യയിൽ പോകും. അങ്ങനെ മലേഷ്യയിൽ പോയിട്ട് ഒരു പ്രാവശ്യം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഒരാൾ തന്നു. ഒരു കവറിൽ അല്പം മലേഷ്യൻ ഡോളറായിരുന്നു. അപ്പോൾ ഞാനത് അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴെനിക്കറിയാം അടുത്തൊരു പ്രാവശ്യം മലേഷ്യയിൽ പോകുമ്പോൾ ഇത് ചിലവഴിക്കാം, എന്തൊക്കെ വാങ്ങാം, കാപ്പി കുടിക്കാം എന്നൊക്കെ കണ്ട് ഇത് ചിലവഴിച്ചില്ല, ഇത്തിരി അവിടെ കൊണ്ടുവച്ചു. എന്നാൽ പിന്നീട് മലേഷ്യയിൽ കുറച്ച് നാളത്തിന് പോയില്ല. ആ വാതിലങ്ങ് അടഞ്ഞു. ഒരു 3-4 വർഷം കഴിഞ്ഞാണ് പിന്നെ മലേഷ്യയിൽ ഒന്ന് തിരിച്ചു പോകാനായിട്ട് ഇടയായി തോന്നുന്നത്. അങ്ങനെ 3-4 വർഷം കഴിഞ്ഞ് മലേഷ്യയിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ബില്ലിയേഴ്സ് എന്ന് പറയുന്നതായ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്ന ഒരു സാഹിബാണ്. അദ്ദേഹം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് അല്പം സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ ഈ കവറൊക്കെ എടുത്ത് തന്നെ പോക്കറ്റിലേക്ക് ഇട്ട് ഞാൻ കടയിൽ ചെന്നു സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ പിക്കപ്പ് ചെയ്തു. അപ്പോൾ കൗണ്ടറിൽ ചെന്ന് കൊടുക്കാനായിട്ട് എടുത്തപ്പോൾ ഈ പൈസ എടുത്ത് കൊടുത്തപ്പോൾ അവർ പൈസയിലെ എണ്ണി കുറച്ചൊക്കെ എടുത്തു. അപ്പോൾ അതിനകത്തൊരു വലിയ നോട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നോട്ട് അവിടെ പിൻവലിച്ച നോട്ടായിരുന്നു. അവരതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം പറഞ്ഞു, സോറി സാറ്, ഞങ്ങൾ ഈ നോട്ട് ഞങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് എടുക്കുവാൻ ഒക്കുന്നില്ല എന്ന് പറയാനിടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞത് നോട്ടുകളൊക്കെ പിൻവലിക്കും, എന്നാൽ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ കർത്താവ് ഒരിക്കലും പിൻവലിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് ഒരു വാഗ്ദത്തം തന്നെങ്കിൽ അതിനൊരു മാറ്റമില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങളെ കർത്താവ് പിൻവലിക്കാത്തത് കൊണ്ട് നമുക്ക് ഉറയ്ക്കാം, നമ്മുടെ കർത്താവ് ഇന്നും ആ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ഈ അബ്രഹാമിനെ കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ. വിളിച്ചു വേർതിരിച്ചപ്പോൾ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ ഭവനത്തിൽ നിന്ന് രാജാക്കന്മാരുണ്ടാകും, രാജ്യങ്ങൾ തന്നെ നിന്റെ ഭവനത്തിൽ ഉണ്ടാകും. ഒത്തിരി വാഗ്ദത്തങ്ങൾ കർത്താവ് ആർക്ക് കൊടുത്തു? അബ്രഹാമിന് കൊടുത്തു. എന്നാൽ അബ്രഹാം മരിച്ചു. എന്നാൽ അബ്രഹാം മരിച്ചിട്ടും ഹല്ലേലൂയ ആ വാഗ്ദത്തം ഒന്നും പിൻവലിച്ചില്ല. ഹല്ലേലൂയ. ആ വാഗ്ദത്തം പിന്നെ നൂറ്റാണ്ടുകളായിട്ട് തലമുറയായിട്ട് പാസ് ചെയ്ത് അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്ക്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് ഹല്ലേലൂയ ജോസഫിലേക്ക് എന്ന് വേണ്ട. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്നും ആ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ചലിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിൻവലിക്കുകയില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഒരിക്കലും ചത്തുപോകയില്ല, മരിച്ചു പോകയില്ല, അതിനൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ.
ഇസ്രായേൽ മക്കളെ മിസ്രൈമിലായിരുന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പ്രിയമുള്ളവരെ, ഇന്നും ആ വാഗ്ദത്തത്തിന് ഒരു മാറ്റമില്ല. ആ വാഗ്ദത്തത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് ഞാനും നീയും വിശ്വസിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. ഹല്ലേലൂയ, അവന്റെ അണിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് യെശയ്യാവ് പ്രവചിച്ചു. ഇന്നും എന്തുവാണ്? അവന്റെ രോഗസൗഖ്യം തരുന്നതായ ആ വാഗ്ദത്തത്തെ ഞാനും നീ എന്തുവാണ്? ഹല്ലേലൂയ, മുറുകെ പിടിക്കുന്നു. ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തലമുറകൾ കഴിഞ്ഞിട്ടും, ഹല്ലേലൂയ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എന്താണ്? കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ കർത്താവ് പിൻവലിച്ചിട്ടില്ല. ഇന്നും ആ വാഗ്ദത്തങ്ങളെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ എല്ലാ വാഗ്ദത്തങ്ങളും എന്തുവാണ്? ഹല്ലേലൂയ, എനിക്കും നിനക്ക് വേണ്ടിയുള്ളതാണ്. എനിക്കും എൻ്റെ സന്താനത്തിനും നിനക്കും നിന്റെ സന്താനത്തിനും തന്നിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ ആണ് ഈ വചനത്തില് ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം, ഹല്ലേലൂയ, 14-ാം അധ്യായം അതിൻ്റെ 23-ന്റെ 14-ഉം 15-ഉം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ, ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 14-ഉം 15-ഉം. യോശുവയുടെ പുസ്തകം 23-ന്റെ 14-ഉം 15-ഉം. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. ഇവിടെ വാസ്തവത്തിലെ ജോഷുവയുടെ ഒരു വിടവാങ്ങൽ പ്രസംഗം, അല്ലെങ്കിൽ ഒരു യാത്രയപ്പ് എന്ന് പറയാം. താൻ പ്രായം ചെയ്യുന്നു, ഇപ്പോഴും പറയാണ്, ഹല്ലേലൂയ, ഞാൻ കടന്നു പോവുകയാണ്, എൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ അവരെ നയിച്ച്, ഹല്ലേലൂയ, അവിടെ കനാനിൽ കൊണ്ടുവന്ന് അളവ് നൂലെടുത്ത്, ഹല്ലേലൂയ, അവർക്ക് വേണ്ടതെല്ലാം വീതിച്ച് കൊടുത്ത്, ഹല്ലേലൂയ, സെറ്റിൽ ചെയ്തായ ദൈവത്തിന്റെ ഭക്തനാണ് ജോഷുവ. എന്നാൽ ആ ജോഷുവ ഇപ്പോഴേ അവരെ എല്ലാം വിളിച്ചിട്ട് അതിന്റെ വിടവാങ്ങൽ പ്രസംഗത്തില് പറയാണ്, ഞാൻ കടന്നു പോവുകയാണ്, എന്നാൽ സകലവും കർത്താവ് പറഞ്ഞത് സകലവും നിങ്ങൾക്ക് സംഭവിച്ചു. എന്നിട്ട് പറയാണ്, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, ഒന്നിനും കർത്താവ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പുള്ളതായ സമയം മുതൽ കൊടുത്തോ, ആ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിർവഹിച്ചു. യെസ്, ഹല്ലേലൂയ. വാഗ്ദത്തം നിർവഹിക്കുന്ന നമ്മുടെ കർത്താവിന് കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ എന്തുവാണ്? ഹല്ലേലൂയ, നിങ്ങൾ മറക്കരുത് എന്താണ് ഹല്ലേലൂയ, കർത്താവ് എല്ലാം നിവർത്തിച്ചു. ഈ ദൈവത്തെ മറക്കരുതെന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജോഷുവായിക്ക് അവരോട് പറയുവാനുള്ളതായ ദൂത്. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം വിശ്വാസയോഗ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം പിൻവലിക്കയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അവന്റെ സ്വഭാവത്തെ എന്തുവാണ്? ഹല്ലേലൂയ, വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. മറ്റൊരു യാഥാർത്ഥ്യം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വാസയോഗ്യമാകുന്നു. അത് എനിക്ക് നിനക്കും വിശ്വസിക്കാം. ഫേസ് വാല്യൂവിന് നമുക്ക് എടുക്കാം. അതേപടി എന്തുവാണ്? 100% എന്തുവാണ്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്തുവാണ്? വിശ്വാസ യോഗ്യം ആയതുകൊണ്ട് അത് 100%, 100% അത് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ളതായ വിശ്വാസികളോട് പറയുന്നതായ ഭാഗം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, അത് 200 ആണേലും 30 ആണേലും 50 ആണേലും, ഹല്ലേലൂയ, എത്ര വാഗ്ദത്തങ്ങൾ തന്നു കഴിഞ്ഞാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിലെ ഊവെന്നത്ര. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഞങ്ങളാല് മഹത്വം ഉണ്ടാകുമാറാകട്ടെ അവനിലെ ആമേൻ എന്ന് തന്നെ. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഒത്തിരി പ്രാവശ്യം ആമേൻ പറയുന്നവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആമേൻ പറഞ്ഞാണ് അവസാനിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ ആശം ശക്തമായി ദൈവത്തിന് പറയാൻ ശുശ്രൂഷിക്കുമ്പോൾ ചിലപ്പോൾ ആമേനൊക്കെ വിളിച്ചു പറയാറുണ്ട്. ആമേൻ എന്ന് പറയുന്നതായ വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞത് എന്തുവാണ്? ഹല്ലേലൂയ, അങ്ങനെ തന്നെ
ചെയ്യുമെന്നാണ് ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം. അത് എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും എന്തുവാണ് ഹല്ലേലൂയ അത് നിർവഹിക്കുവാന് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ചെയ്യുവാനായിട്ട് കഴിവുള്ളതായ കർത്താവാണ്. അതുകൊണ്ടാണ് അവന്റെ വാഗ്ദത്തങ്ങൾ എന്തുവാണ് വിശ്വാസ യോഗ്യമാണ്. ഹിസ് പ്രോമിസസ് ആർ ട്രസ്റ്റ് വർത്തി. നമുക്ക് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എന്തുവാണ് വിശ്വാസ യോഗ്യമായതുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കാവുന്ന നമ്മുടെ കർത്താവിന്റെ ആ വാഗ്ദത്തങ്ങൾക്കായി നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവന്റെ വാഗ്ദത്തങ്ങൾ പലതും എന്തുവാണ് അടയാളങ്ങളും കൂടെ കർത്താവ് ഉറപ്പിക്കും. അതിന് നല്ലൊരു ഭാഗം നമുക്ക് വായിക്കാം. ഇന്ന് പോൽക്കാലം നമുക്ക് ഒന്ന് എടുക്കാം. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കൽ കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ. അതിന്റെ 37 മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുള്ളൂ. ഒരു സമ്മറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണും. മിദ്യാന്യർ വന്ന് അവരുടെ വിളവുകളെല്ലാം എന്തുവാണ് എടുത്തുകൊണ്ട് പോകണം. 1 വർഷമല്ല 7 വർഷം എന്തുവാണ് മിദ്യാന്യർ ഈ ദൈവത്തിന്റെ മക്കളെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ എവർ കൃഷി ചെയ്യും, ഫലം എടുക്കാനൊക്കത്തില്ല. എവർ വന്ന് അതെല്ലാം എന്തുവാണ് മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ആയിരുന്നായ ഒരു സമയം എന്തുവാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരുടെ കരച്ചിൽ കേട്ട് ദൈവം എന്തുവാണ് ഇവിടെ ഗിദെയോനെ വിളിക്കുകയാണ്. ഈ മിദ്യാന്യരെ ഒന്ന് തോൽപ്പിച്ച് ഇസ്രായേൽ മക്കളെ ഒന്ന് രക്ഷിക്കുവാനായിട്ട് അവരെ അവിടുന്ന് ഒന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരു പ്ലാൻ ചെയ്ത് ഇവിടെ വിളിക്കുന്ന ആരെയാ? ഗിദെയോനാണ് വിളിക്കുന്നത്. അപ്പോൾ ഗിദെയോനെ വിളിച്ചപ്പോൾ ഗിദെയോൻ ഒത്തിരി ഒഴിവഴികളൊക്കെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. 6:2. യെസ്. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനരും അമലേക്യരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ്സ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇത് അവരുടെ അനുഭവമാണ് ഇസ്രായേൽ മക്കളുടെ. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇപ്പോൾ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ എന്തുവാണ് ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ അവർ ക്ഷയിച്ചു, ഇപ്പോൾ നിലവിളിച്ചു. അവരുടെ നിലവിളി എന്തുവാണ് ദൈവം കേൾക്കുന്നു. എന്നാൽ ഇവരെ വിടുവിക്കണമെങ്കിൽ എന്തുവാണ് ആരെങ്കിലും എന്തുവാണ് പോയെങ്കിൽ ഇവരെ വിടുവിക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തുവാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആരെ വിളിക്കുകയാണ്? ഹല്ലേലൂയ. ഇവിടെ ഗിദെയോനെ വിളിക്കുകയാണ്. 12-ാം വാക്യം. അപ്പോൾ അവിടെ പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? അതിനുശേഷം നമ്മൾ താഴോട്ട് വായിച്ചു 14-ാം വാക്യം വായിക്കും. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നത്. അതിനുശേഷം 15-ാം വാക്യം അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനേശയിലെ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലയോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഇവിടെ ദൈവം ഒരു വലിയ പ്രോമിസ്, ഒരു വാഗ്ദാനം ആർക്ക് കൊടുക്കുകയാണ്? ഹല്ലേലൂയ, ഗിദെയോന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ സമൂഹമാണ് മിദ്യാന്യർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ എന്തുവാണ് നീ എങ്ങനെ പരാജയപ്പെടുത്തുവോ, ഒരു മനുഷ്യനെ നീ എങ്ങനെ എന്തുവാണ് നേരിട്ട് തോൽപ്പിക്കുവോ, അതുപോലെ എന്തുവാണ് ഒരു മനുഷ്യനെ പോലെ എന്തുവാണ് നീ ഒരുത്തിനെ തോൽപ്പിക്കുന്നത് പോലെ ഈ വലിയ സമൂഹത്തെ എന്തുവാണ് മിദ്യാന്യരെ നീ തോൽപ്പിക്കുമെന്നുള്ളതായ വലിയ വാഗ്ദാനം എന്തുവാണ് ഇവിടെ ആർക്ക് കൊടുക്കുകയാണ്? ഗിദെയോന് കൊടുക്കുകയാണ്. എന്നാൽ ആ വാഗ്ദാനമൊക്കെ കൊടുത്തെങ്കിൽ എന്തുവാണ്? ഹല്ലേലൂയ. ഇവിടെ ഒരടയാളം ആര് ചോദിക്കുകയാണ്? ഇവിടെ ഗിദെയോന് ചോദിക്കുകയാണ്. അതിന്റെ 37 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിച്ചാട്ടെ. 37 ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ അല്ല, 37 6:37 ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിടുന്നു,
മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. ഇവിടെ വാസ്തവത്തില് ഒരടയാളം ചോദിക്കുകയാണ്. ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോല് കളത്തിൽ നിവർത്തിടുന്നു. മഞ്ഞ് തോലിന്മേലെ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഒരടയാളമായിട്ട് ചോദിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്തുവാണ്, അടയാളങ്ങളോടുകൂടി എന്തുവാണ് ബാക്കപ്പ് ചെയ്ത് അത് ഉറപ്പിക്കും. ഈ ഗിദെയോന് ഒരടയാളം ചോദിച്ചപ്പോൾ എന്തുവാണ്, ഞാൻ നിനക്ക് തന്നിരിക്കുന്നതായ വാഗ്ദാനം അനുസരിച്ച് നീ പോകുന്നതിൽ എന്തുവാണ്, നിനക്ക് മിദ്യാന്യരെ രക്ഷിക്കാം, അവരെ വിടുവിക്കാം. എന്നാൽ അടയാളം ചോദിച്ചെങ്കിലും എന്തുവാണ്, ആ അടയാളം എന്തുവാണ്, അതുപോലെ എന്തുവാണ് ഹല്ലേലൂയ അവിടെ അത്ഭുതം പ്രവർത്തിച്ച് മിദ്യാന്യരെ വിടുവിക്കുവാനായിട്ട് ഗിദെയോനെ എന്തുവാണ് ശക്തീകരിച്ച് ബലപ്പെടുത്തി ആ വാഗ്ദാനത്തിൽ ഉറപ്പിച്ചെന്തുവാണ് തറപ്പിച്ചെന്തുവാണ് വിടുന്നതായ ദൈവത്തിന്റെ വലിയ കാര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് തന്നു കഴിഞ്ഞാൽ എന്തുവാണ്, അതിനെ ബാക്കപ്പ് ചെയ്ത് ഹല്ലേലൂയ നമ്മളെ ഉറപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ചിലപ്പോൾ നമ്മളൊരു വാഗ്ദത്തം കേൾക്കും, എന്നാൽ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്നവരാണ്. എന്നാൽ ചിലപ്പോൾ എന്തുവാണ് ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയിൽ എന്തുവാണ് ആരെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ശബ്ദം നമ്മൾ കേൾക്കും. അപ്പോൾ ചിന്തിക്കും, കഴിഞ്ഞ ദിവസമല്ലേ കർത്താവ് എന്നോട് സംസാരിച്ചത്, ആ വാഗ്ദത്തം എന്തുവാണ് കർത്താവ് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ എങ്ങനെ ഓർപ്പിക്കുന്നത്, വേദോസം എടുത്തു, ഒരു ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുവാണ് വീണ്ടും എന്തുവാണ് അത് കയറി വരും. അപ്പോഴേ എന്തുവാണ് വീണ്ടും നിന്നെ കർത്താവ് ഉറപ്പിക്കും. ഹല്ലേലൂയ ചിലപ്പോൾ നിന്റെ ഭവനത്തിലേക്ക് ആരെയെങ്കിലും എന്തുവാണ് കർത്താവ് വായിച്ചെന്തുവാണ് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിന്റെ നൊമ്പര പറഞ്ഞ് കർത്താവ് തന്നതായ ആ വാഗ്ദത്തത്തെ കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുവാണ് അദ്ദേഹം ചിലപ്പം കടന്നു വന്ന് പറയുന്നത് ആ വാഗ്ദത്തത്തെ കുറിച്ചായിരിക്കും. അപ്പോൾ എന്തുവാണ് കർത്താവ് വാഗ്ദത്തം കർത്താവ് തരുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഒക്കെ എന്തുവാണ് കർത്താവ് വിവിധ രീതിയിൽ എന്തുവാണ് നിനക്ക് തന്നിരിക്കുന്നതായ വാഗ്ദത്തം ഉറപ്പിക്കും. ഹല്ലേലൂയ വാഗ്ദത്തം ഉറപ്പിക്കും നമ്മുടെ കർത്താവിന് കാരണം സ്തോത്രം ചെയ്യട്ടെ. അങ്ങനെ വാഗ്ദത്തം എന്തുവാണ് ഉറപ്പിക്കുമ്പോൾ നീ വിചാരിച്ചു കൊള്ളണം, നീ ചിന്തിച്ചു കൊള്ളണം, ഈ വാഗ്ദത്തം എൻ്റെ കർത്താവ് തരുന്നതാണ്. എൻ്റെ കർത്താവ് വീണ്ടും വീണ്ടും എന്തുവാണ് നിന്നോട് സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ എന്തുവാണ് കർത്താവോടെ എന്തുവാണ് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നതായ വാഗ്ദത്തത്തെ ഒന്നുകൂടെ നീ വിശ്വസിക്കാൻ ഉറപ്പിക്കുകയാണ് നമ്മുടെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടല്ലേ നമുക്കറിയാം ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് 287 ആളുകളുമായിട്ട് എന്തുവാണ് ഹല്ലേലൂയ റോമിലേക്ക് യാത്ര ചെയ്യാണ്. ദൈവത്തിന്റെ ദാസനായ ഹല്ലേലൂയ പൗലോസിനോട് നേരത്തെ എന്തുവാണ് ദൈവം സംസാരിച്ച് ഞാൻ നിന്നെ റോമിലയക്കും. റോമിൽ പോകുവാനും തനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുവാണ് റോമിലേക്ക് കപ്പൽ കയറിയിരിക്കുകയാണ്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാണ് ഹല്ലേലൂയ 14 ദിവസമായി സൂര്യനെ കണ്ടിട്ട് കപ്പലുണ്ടായിരുന്ന സകല സാധനങ്ങൾ എടുത്ത് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. കപ്പലിന്റെ ഹല്ലേലൂയ അമരം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ ഈശാനുമൂലനെ അടിക്കുന്നു. ഹല്ലേലൂയ പട്ടിണി ഹല്ലേലൂയ എന്ന് വേണ്ട ഒന്നും അവർക്ക് കഴിക്കുവാനായിട്ടില്ല, തോന്നുന്നില്ല. ഹല്ലേലൂയ എന്നാൽ ആ അവസരത്തിൽ എന്തുവാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് പറയാണ്. പൗലോസ് പറഞ്ഞ് എൻ്റെ ഉടയവനും ഹല്ലേലൂയ എൻ്റെ ഉടയവനായ കർത്താവ് കഴിഞ്ഞ രാത്രി എന്തുവാണ് എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ ജീവന് ഒരു ഹാനിയും ഉണ്ടാകത്തില്ല എന്നെന്തുവാണ് കർത്താവ് സംസാരിച്ചു. ആ സാഹചര്യത്തിൽ ഈ വാഗ്ദത്തം വിശ്വസിക്കാൻ ഒക്കൂ വലിയ പ്രയാസമാണ്. എന്നാൽ ആ വാഗ്ദത്തം എന്തുവാണ് തനിക്ക് ലഭിച്ചപ്പോൾ എന്തുവാണ് ആ വാഗ്ദത്തം എന്തുവാണ് മുറുകെ പിടിക്കുന്നതായ പൗലോസ് ആ വാഗ്ദത്തം താൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുവാണ് ആ കപ്പലിലെ എത്ര പേര് ആ വാഗ്ദാനം കേട്ട് വിശ്വസിച്ചു എന്തുവാണ് പൗലോസിന് വിഷയമല്ല. എന്നാൽ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച ഒരു ഭക്തരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ ചിലപ്പോൾ എന്തുവാണ് നമുക്ക് കർത്താവ് തരുന്നതായ വാഗ്ദത്തങ്ങളൊക്കെ ചിലർ കേട്ട് കഴിഞ്ഞാൽ എന്തുവാണ് നമ്മളെ കളിയാക്കും. യവനൊരു മണ്ടനാണ്, ഒരു മണ്ടനെ പോലെ എന്തുവാ വിളിച്ചു പറയുന്നതെന്ന് ചിലപ്പോൾ ചിന്തിക്കും. അത് തന്നെ അല്ലേ ദൈവം ചെയ്തത്. ഹല്ലേലൂയ സാറയോട് പറഞ്ഞു 90ാമത്തെ വയസ്സിലാണ് സാറയോട് പറയുന്നത് ഞാൻ നിനക്ക് സന്തതി തരുവാൻ പോകുന്നത്. ഹല്ലേലൂയ ഒരു 60 വയസ്സുള്ളതായ സ്ത്രീയോട് പോലും പറഞ്ഞാൽ ഞാനോ നീ വിശ്വസിക്കുകയില്ല. ഹല്ലേലൂയ കർത്താവ് അവൾക്കൊരു മകളെ കൊടുക്കാൻ പോകുന്നുവെന്ന് ഒരു 60 വയസ്സുകാരിയോട് പോലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയില്ല. എന്നാൽ ഒരു 90 വയസ്സുകാരിയോട് പറഞ്ഞപ്പോൾ എന്തുവാണ് ഹല്ലേലൂയ അതിനെ
ചോദ്യം ചെയ്യാതെ ആ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്ന ഒരു മാതാവാണ് സാറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴെന്തുവാണ് ഹല്ലേലൂയ, ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ എന്തുവാണ് ബാക്കപ്പ് ചെയ്ത് എന്തുവാണ് അത് ഉറപ്പിക്കും. ഹല്ലേലൂയ, ആ ഉറപ്പിക്കുന്നതായ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം പ്രിയമുള്ളവർ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്തുവാണ് മനുഷ്യ ബുദ്ധിക്ക് എന്തുവാണ് ഹല്ലേലൂയ ചിലപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. മനുഷ്യ ബുദ്ധിക്ക് അപ്പുറമായിരിക്കും ദൈവം ചെയ്യുന്നതായ വാഗ്ദത്തങ്ങൾ. എത്രയോ ദൈവം പറഞ്ഞ എത്രയോ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എടുക്കാം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് വായിക്കാം. അവിടെ ഒരു ഭാഗമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായമാണെന്ന് തോന്നുന്നത്. ഒന്ന് വായിച്ചോട്ടെ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സയ കോതമ്പുമാവും ശേക്കലിന് 2 സയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. അതിൻ്റെ മുമ്പുള്ളതായ അധ്യായം നമ്മളെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 6-ാം അധ്യായത്തിൽ എന്തുവാണ് ക്ഷാമമാണ് ദേശത്ത് മുഴുവന്. വലിയ കൊടും ക്ഷാമം. ഒരു സാധാരണ ക്ഷാമമല്ല, കൊടും ക്ഷാമം. കുഞ്ഞുങ്ങളെപ്പോലും കൊന്നെന്തുവാണ് തിന്നുന്നതായ അനുഭവം. അപ്പോഴാണ് ഇവിടെ ഏലീശ പ്രവാചകനെ ഇപ്പോൾ പ്രവചിക്കുകയാണ്, പറയുകയാണ് ഹല്ലേലൂയ, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സയ യവവും വിൽക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവിൻ്റെ അകമ്പടി നായകൻ എന്തുവാണ് ഹല്ലേലൂയ ഇത് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം പറയുന്നത് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഹല്ലേലൂയ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം എന്തുവാണ് സംഭവിക്കാൻ പോകുന്നില്ല, ഇത് നടക്കുവാൻ പോകുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ മധ്യ നമ്മുടെ കാണുവാൻ സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രവാചകൻ പറയുന്നത് എന്തുവാണ് ഹല്ലേലൂയ, അവന് നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സാഹചര്യം നോക്കിയാൽ ഹല്ലേലൂയ ഇത് നടക്കയില്ല എന്നാണ് അകമ്പടി നായകൻ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്തുവാണ് മനുഷ്യ ബുദ്ധിക്ക് അപ്പുറമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് അപ്പുറമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. അതുകൊണ്ട് എന്തുവാണ് നമ്മൾ ഒത്തിരി ആലോചിക്കുകയും ഒത്തിരി ചിന്തിക്കുകയും ഒത്തിരി അനലൈസ് ചെയ്യും, ഒത്തിരി ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നമ്മൾ മണ്ടന്മാരെ പോലെ അങ്ങ് വിശ്വസിക്കുന്നു. എന്തുവാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ഈ വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഈ മറിയയുടെ ഒരു ഭാഗമുണ്ട്, നമുക്കൊന്ന് വായിക്കാം. അതിനായിട്ട് നമുക്ക് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ ചില ഭാഗങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം വായിക്കാം. 35-ാം വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ വാസ്തവത്തിലെ മറിയയ്ക്ക് ഒരു വാഗ്ദത്തം ലഭിച്ചു. നമ്മൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം നമുക്കറിയാം. ദൂതൻ കടന്നു വന്ന് സംസാരിക്കുന്നു. എന്നാൽ അവളുടെ ചോദ്യമാണ് ഇതെങ്ങനെ സംഭവിക്കും. അപ്പോൾ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവ് ചെയ്യുന്നതായ ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകാം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ നിഴലിടും എന്നിട്ട് പറയാണ് ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെ വിളിക്കപ്പെടും. അപ്പോൾ അത്യുവിന്റെ ശക്തി നിന്റെ മേലെ നിഴലിടുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ എന്തുവാണ് ഹല്ലേലൂയ അവള് വിശ്വസിച്ചു. അപ്പോൾ ദൈവം തരുന്നതായ വാഗ്ദത്തങ്ങൾ എന്തുവാണ് നമ്മളെ വിശ്വസിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നു പറയുന്നു? ഇന്ന് പലകാലം ദൈവം തരുന്നതായ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ മറ്റൊരു 2ാമത്തെ സ്റ്റെപ്പുണ്ട്. വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ അതിന്റെ 38-ാം വായിക്കാം. 38-ാം വാക്യം. അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. 2ാമത്തെ ഒരു കാര്യം നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ തന്നെ സമർപ്പിക്കുന്നു. ഒന്ന് അവൾ വിശ്വസിക്കുന്നു,
ഇത് നടക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന മറിയ. രണ്ടാമത് എന്തുവാണ്? അവളെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് വാഗ്ദത്തത്തിന്റെ പിന്നില്. എന്തുവാണ്? ഹല്ലേലൂയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നതായ മറിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വാഗ്ദത്തം ലഭിക്കുമ്പോൾ ഒന്ന് വാഗ്ദത്തത്തിൽ എന്തുവാണ്? വിശ്വസിക്കണം. രണ്ടാമത് ഹല്ലേലൂയ, ആ വാഗ്ദത്തത്തിന്റെ മുൻപിൽ എന്തുവാണ്? നമ്മളെ തന്നെ സമർപ്പിക്കണം. മൂന്നാമത് വായിക്കാം. ഹല്ലേലൂയ, 1:39 വായിക്കും. 1:39. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. തെക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വിശ്വസിച്ചു, അതിനുശേഷം അവളെ തന്നെ സമർപ്പിച്ചു. എന്നാൽ മൂന്നാമത് എന്തുവാണ്? ഇപ്പോൾ എലിസബത്തിന്റെ അടുത്ത് എന്തുവാണ്? ഹല്ലേലൂയ, മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ എന്തുവാണ്? ഇച്ചിരി യാത്രയൊക്കെ ചെയ്ത് വേണം പോകാനായിട്ട്. അവിടെ ചെന്ന് 3 മാസം താമസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ എന്തുകൊണ്ടാണ് ഈ എലിസബത്ത് എന്തുവാണ്? ഇപ്പോൾ ഗർഭിണിയാണ്. അവളും യോഹന്നാൻ സ്നാപകനെ പ്രസവിക്കുവാനായിട്ട് പോയാണ് സെക്കറിയാവിനും എലിസബത്തും കൊടുത്തതായ വാഗ്ദത്ത പ്രകാരം. എന്നാൽ അവളുടെ അടുത്തേക്ക് കടന്ന്, ഞാൻ വിശ്വസിക്കുന്നു ഈ എലിസബത്തിന്റെ അടുത്തേക്ക് എന്തുകൊണ്ട് മറിയ കടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കറിയാം എനിക്ക് കിട്ടിയ വാഗ്ദത്തം എന്തുവാണ്? ഹല്ലേലൂയ, അവൾക്കും ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്തുവാണ്? ഞങ്ങളുടെ വാഗ്ദത്തത്തെ ഒന്ന് ജ്വലിപ്പിക്കാൻ നോക്കും. ഒരു കൂട്ടായ്മ കൂടുവാനായിട്ട്. ഹല്ലേലൂയ, വാഗ്ദത്തം കിട്ടിയ മറിയ ഇപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, മറ്റൊരു വാഗ്ദത്തം കിട്ടിയ അടുത്തേക്ക് എന്തുവാണ്? യാത്ര ചെയ്ത് പോവുകയാണ്. ഹല്ലേലൂയ, കാര്യം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി. അപ്പോൾ വാഗ്ദത്തം കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വാഗ്ദത്തത്തിന്റെ പിന്നിൽ എന്തുവാണ്? നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്പോൾ വാഗ്ദത്തം നിറവേറുവാനുള്ളതായ മറ്റൊരു കാര്യം എന്തുവാണ്? നമ്മുടെ വാഗ്ദത്തത്തെ ജ്വലിപ്പിക്കുന്നതായ ഒരു കൂട്ടം ആളുകളുമായിട്ട് സഹകരിച്ച് ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ജ്വലിപ്പിച്ച് അതിനെക്കുറിച്ച് എപ്പോഴും നീ നിന്റെ വാ കൊണ്ട് സംസാരിച്ച് പങ്കുവെച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോകുമ്പോൾ എന്തുവാണ്? ആ വാഗ്ദത്തത്തിൽ എന്തുവാണ്? നിനക്ക് ഉറയ്ക്കുവാനും ഹല്ലേലൂയ നിന്റെ വിശ്വാസം വർദ്ധിക്കുവാനും ഇടയായിത്തീരും. ഹല്ലേലൂയ, അപ്പോൾ വാഗ്ദത്തത്തിൽ എന്തുവാണ്? ഒന്ന് ജ്വലിക്കണമെങ്കിൽ എന്തുവാണ്? വാഗ്ദത്തം കിട്ടിയവരോട് ഇടുന്ന് ആരാധിക്കണം. ഹല്ലേലൂയ, വാഗ്ദത്തം കിട്ടിയവരുടെ കൂടെ ഇരുന്ന് ആരാധിക്കണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എലിസബത്തിന്റെ അടുത്ത് അത് മാത്രമല്ല, 1:46 വായിക്കാം. പെട്ടെന്ന് നിർത്താം. 1:46. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവം. അപ്പോൾ ഇവിടെ എന്താണ്? വാഗ്ദത്തം കിട്ടിയവളെ ഒന്നാമത് വിശ്വസിച്ചു, രണ്ടാമത് ഇതാ ഞാൻ നിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചു, മൂന്നാമത് എന്തുവാണ്? ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി എലിസബത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു, വാഗ്ദത്തത്തെ ജ്വലിപ്പിക്കുന്നു. നാലാമത് കാണുന്നത് എന്തുവാണ്? എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. വാഗ്ദത്തം കിട്ടിയവൾ എന്തുവാണ്? കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹിമപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിനക്കൊരു വാഗ്ദത്തം തന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ എന്തുവാണ്? വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞാട്ടെ, വിശ്വസിക്കുക. രണ്ടാമത് സമർപ്പിക്കുക. അല്ലെങ്കിൽ ഒന്ന് നല്ല ശബ്ദത്തിൽ എന്ന് പറഞ്ഞ സമർപ്പിക്കുക. മൂന്നാമത് എന്തുവാണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, എന്തുവാ ചെയ്യേണ്ടത്? കൂട്ടായ്മ. ഹല്ലേലൂയ, വാഗ്ദത്തം കിട്ടിയവരുടെ ഒരു കൂട്ടത്തിൽ എന്തുവാണ്? നീ ചെന്ന് ആ വാഗ്ദത്തത്തെ നിനക്ക് കുറച്ചുകൂടെ ജ്വലിപ്പിക്കുവാനായിട്ട് സാധിക്കും. നാലാമത് എന്തുവാണ്? ഹല്ലേലൂയ, മറിയ കർത്താവിനെ മഹിമപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. യെസ്, ഈ ദിവസങ്ങളിൽ വാഗ്ദത്തം കിട്ടിയവരെ കർത്താവിനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അധികം താമസിക്കാതെ ഹല്ലേലൂയ ആ വാഗ്ദത്തങ്ങൾ കർത്താവ് നിറവേറ്റും. നമുക്ക് കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൽക്കാലം ഹല്ലേലൂയ, വാഗ്ദത്തം കിട്ടിയവർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു ഷോർട്ട് കട്ടുമില്ല. ആരാധിച്ച് മുന്നോട്ട് പോയാൽ മതി. കർത്താവിനെ മഹിമപ്പെടുത്തിയാൽ മതി. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.